നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. അപ്പോൾ നെറ്റ്വർക്കിലെ എന്താണ് ടോപ്പോളജി, ഏതൊക്കെ രീതിയിലുള്ള ടോപ്പോളജീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിവൈസസിനെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഓരോ പ്രത്യേക ലേഔട്ടിലായിരിക്കും. ആ കണക്ഷൻ ഓരോ രീതികളുണ്ടായിരിക്കും. ആ രീതികൾ അനുസരിച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ലേഔട്ട് ഓഫ് കണക്റ്റഡ് ഡിവൈസസ്, നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെ ലേഔട്ടിനെയാണ് എന്ത് പറയുന്നത്, ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് ടോപ്പോളജിയെ മെയിനായിട്ടും 6 തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ടോപ്പോളജി എന്ന് പറയുന്നത് ബസ് ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇതാണ് ബസ് ടോപ്പോളജി. അപ്പോൾ ഇതിൽ ബസ് ടോപ്പോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡിവൈസസിനെ എല്ലാം ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു സെൻട്രലായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കേബിൾ കണക്ഷൻ കാണും. അതുവഴിയായിരിക്കും എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഈ സെൻട്രലായിട്ടുള്ള ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ആ ഒരു കേബിളിനെ നമ്മൾ നെറ്റ്വർക്ക് ബാക്ക് ബോൺ എന്ന് പറയും. അപ്പോൾ ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനകത്ത് എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ കാണും. ആ ബാക്ക് ബോൺ അല്ലെങ്കിൽ ആ ഒരു വയറുമായിട്ടായിരിക്കും എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലേഔട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ ആണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് യൂസസ് എ കോമൺ ബാക്ക് ബോൺ ടു കണക്ട് ഓൾ ഡിവൈസസ്. ഇതിൽ എന്തുണ്ടായിരിക്കും, എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോമൺ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ഉണ്ടായിരിക്കും. എ സിംഗിൾ കേബിൾ ഈസ് യൂസ്ഡ് ആസ് എ ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇതിനു വേണ്ടിയിട്ട് ഒരു സിംഗിൾ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഈ കണക്ഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടൊരു സിംഗിൾ കേബിൾ യൂസ് ചെയ്യുന്നു. ഡേറ്റാസ് ഷെയർ ചെയ്യുന്നതെല്ലാം ഈ കേബിൾ വഴിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബസ് ടോപ്പോളജിയിൽ ഒരു സിംഗിൾ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേബിളിന് എന്തെങ്കിലും ഒരു ഫെയിലുവർ ഉണ്ടായാൽ, എവിടെയെങ്കിലും വെച്ചിട്ട് ഈ കേബിളിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ കേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിനെയും അഫക്റ്റ് ചെയ്യും. ഈ ഒരു ടോപ്പോളജി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്താവും, ഫെയിലുവർ ആകും. അപ്പോൾ ഈ കേബിളിന് എന്തെങ്കിലും ഒരു ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ എൻ്റയർ നെറ്റ്വർക്കിനെയും അഫക്റ്റ് ചെയ്യും. ഇതാണ് ബസ് ടോപ്പോളജി. അപ്പോൾ ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടൊരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു കേബിൾ കാണും എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോമൺ ആയിട്ടുള്ള കേബിളിന് എന്തെങ്കിലും ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഫെയിലുവർ ഉണ്ടാകും. ഇനി അടുത്ത രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിംഗ് ടോപ്പോളജിയാണ്. അപ്പോൾ ഈ ഫിഗർ കണ്ടില്ലേ, ഫിഗറിൽ കണ്ടോ ഒരു റിംഗ് മാതിരിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ റിംഗ് ടോപ്പോളജിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഓൾ മെസ്സേജ് ട്രാവൽ ത്രൂ എ റിംഗ്. ഒരു റിംഗ് പോലെയാണ് മെസ്സേജസ് ട്രാവൽ ചെയ്യുന്നത്. എ ഫെയിലുവർ ഇൻ എനി കേബിൾ ഓർ ഡിവൈസ് ബ്രേക്കപ്പ് ദ ലൂപ്പ് അഫക്ട് ദ എൻ്റയർ നെറ്റ്വർക്ക്. ഇതിൽ ഈ ഒരു ഇതെന്താ, ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു റിംഗ് പോലെയാണ് ഇവിടെ ഡിവൈസസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ഡിവൈസിലേക്കുള്ള ഈ ഒരു കണക്ഷൻ, ഇതിന് എന്തെങ്കിലും ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ എൻ്റയർ ലൂപ്പിനെയും അല്ലെങ്കിൽ ഈ എൻ്റയർ നെറ്റ്വർക്കിനെയും അഫക്റ്റ് ചെയ്യും. അതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ടോപ്പോളജിയാണ്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസസും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഹബ്ബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം, നെറ്റ്വർക്ക് ഡിവൈസസ് പഠിച്ചപ്പോൾ നമ്മൾ ഹബ്ബ് പഠിച്ചതാണ്. എന്താണ്, ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസിനെയും സെൻട്രലായിട്ടൊരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്നും ഷെയർ ചെയ്യുന്ന ഡേറ്റ ആ ഹബ്ബിലുള്ള
ബാക്കി എല്ലാ ഡിവൈസസിനും കിട്ടും എന്നെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിവൈസസ് എല്ലാം സെൻട്രലായിട്ടുള്ള ഒരു ഹബ്ബുമായിട്ട് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇതിനെയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഒരു കേബിളിൻ്റെ കണക്ഷൻ ഈ ഒരു കമ്പ്യൂട്ടർ 1 എന്ന് പറയുന്നത് ഈ ഒരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്, കമ്പ്യൂട്ടർ 2 ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്, കമ്പ്യൂട്ടർ 3 ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ 5 കമ്പ്യൂട്ടേഴ്സും ഈ ഒരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറും ഈ ഹബ്ബുമായിട്ടുള്ള കണക്ഷൻ എന്തെങ്കിലും ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? ബാക്കി ഉള്ളതിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇപ്പം ഇതിലേക്കായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കാതിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ഈ ഒരു കേബിളിലാണ് കണക്ഷന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുക, അത് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫറിനെ മാത്രമേ അഫക്റ്റ് ചെയ്യൂ. പക്ഷേ ഈ ഹബ്ബിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ എൻ്റയർ നെറ്റ്വർക്കിനെയും അഫക്റ്റ് ചെയ്യും. അതാണ് സ്റ്റാർ ടോപ്പോളജി. നോക്കിയേ, ഇറ്റ് ഹാസ് എ സെൻട്രൽ കണക്ഷൻ പോയിന്റ് കോൾഡ് ഹബ്ബ്. ഇതിന് സെൻട്രലായിട്ടൊരു കണക്ഷൻ പോയിന്റ് ഉണ്ടായിരിക്കും, അതിനെ ഹബ്ബ് എന്നാണ് പറയുന്നത്. ഫെയിലുവർ ഓഫ് എനി നെറ്റ്വർക്ക് കേബിൾ അഫക്റ്റ് വൺ കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് ആക്സസ് നോട്ട് ദ എൻ്റയർ ലാൻ. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള കേബിളിന് ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫറിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. ഈ എൻ്റയർ ലാനിനെ എന്ത് ചെയ്യത്തില്ല? മൊത്തത്തിലുള്ള ലാനിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇഫ് ദ ഹബ് ഫെയിൽസ്, ഈ ഹബ്ബ് എന്തെങ്കിലും ഫെയിലുവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റയർ നെറ്റ്വർക്കിനെയും അത് അഫക്റ്റ് ചെയ്യും. ഇനി അടുത്ത 4ാമത്തെ നോക്കാം നമുക്ക്, ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് കാണും? ഇതെന്ത് ടോപ്പോളജിയാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇതെന്താണ്? സ്റ്റാർ ടോപ്പോളജി അല്ലേ? ഓരോ ഡിവൈസും സെൻട്രലായിട്ടുള്ള ഒരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെയും 3 ഡിവൈസസ് ഉണ്ട്, ആ 3ഉം സെൻട്രലായിട്ടുള്ള ഒരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് സ്റ്റാർ ടോപ്പോളജിയാണ്, അതുപോലെ തന്നെ ഇതും സ്റ്റാർ ടോപ്പോളജിയാണ്. പക്ഷേ ഈ സ്റ്റാർ ടോപ്പോളജിയിലുള്ള ഈ ലാനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? ഒരു സിംഗിൾ ബാക്ക് ബോൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ സിംഗിൾ ബാക്ക് ബോൺ ഉള്ളത് ഏത് ടോപ്പോളജിയിലാണെന്ന് ആദ്യമേ പഠിച്ചു. ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്ത് എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യുന്നത് ഏത് ടോപ്പോളജിയിലാണ്? ബസ് ടോപ്പോളജിയിലല്ലേ? നോക്കാം, ബസ് ടോപ്പോളജിയിലാണ് ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ട് എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ട്രീ ടോപ്പോളജിയിലൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു സ്റ്റാർ ടോപ്പോളജിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബസ് ടോപ്പോളജിയും ഉണ്ട്. അപ്പോൾ എന്താണ് ട്രീ ടോപ്പോളജി? ട്രീ ടോപ്പോളജി ഇൻ്റഗ്രേറ്റ് മൾട്ടിപ്പിൾ സ്റ്റാർ ടോപ്പോളജീസ് ടുഗദർ ഓൺ ടു ദ ബസ് ടോപ്പോളജി. ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജീസ് ഒരു ബസ് ടോപ്പോളജിയുമായിട്ട് ഒരു ബസ്സുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ട്രീ ടോപ്പോളജി എന്ന് പറയാം. Okay, only hub connected directly to the tree and each hub functions as a റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഹബ്ബും ഡയറക്റ്റ്ലി ഓരോ ഡിവൈസസും ഡയറക്റ്റ്ലി എന്തുമായിട്ടാണ്? ഹബ്ബുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹബ്ബാണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? റൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജീസ് ഒരു ബസ്സുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ട്രീ ടോപ്പോളജി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് 5ാമത്തേതെന്ന് പറയുന്നത് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിൽ എത്ര ഡിവൈസസ് ഉണ്ടോ ആ ഡിവൈസസ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ഇതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഡിവൈസ് ഉണ്ട്, അത് ഇതുമായിട്ടും കണക്റ്റഡ് ആണ്, ഇതുമായിട്ടും കണക്റ്റഡ് ആണ്. ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഇതുമായിട്ടും എല്ലാം എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്. ഇതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. എവരി ഡിവൈസ് കണക്ട്സ് ടു ദി എവരി അതർ ഡിവൈസ്. ഓരോ ഡിവൈസും ആ നെറ്റ്വർക്കിലുള്ള മറ്റെല്ലാ ഡിവൈസസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് റിലയബിലിറ്റി ഉള്ള കണക്ഷൻ അല്ലെങ്കിൽ ടോപ്പോളജി ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഷ് ടോപ്പോളജിയാണ്.
ഇനി അടുത്ത നോക്കാം, ഹൈബ്രിഡ് ടോപ്പോളജി. ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് പല ടോപ്പോളജീസിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഈ ഫിഗറിൽ തന്നെ നമുക്ക് കാണാം ഇതെന്ത് ടോപ്പോളജിയാണ്. ഈ കാണുന്നത് എന്ത് ടോപ്പോളജിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബസ് ടോപ്പോളജി അല്ലേ? നമ്മൾ പറഞ്ഞ എന്താ, ഒരു സെൻട്രൽ കേബിൾ കാണും, ആ കേബിളുമായിട്ടായിരിക്കും ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നോക്കി, ഇത് എന്ത് ടോപ്പോളജിയാണ്? റിംഗ് ടോപ്പോളജി അല്ലേ? ഒരു റിംഗ് പോലെയാണ് പോയിരിക്കുന്നത്. ഓരോ ഡിവൈസസും മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കി, ഇവിടെ മറ്റൊരു ലാൻ ഉണ്ട്. ഇവിടെ എന്ത് ടോപ്പോളജിയാണുള്ളത്? ഇവിടെ എന്താണുള്ളത്? ഹബ്ബുമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ടോപ്പോളജിയാണ്? ഇതൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. ഓരോ ഡിവൈസസും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഹബ്ബ് അല്ലെങ്കിൽ ആ സ്റ്റാർ ടോപ്പോളജി എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ബസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ടോപ്പോളജീസിനെ തമ്മിൽ ടോപ്പോളജീസിൻ്റെ കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ്. അപ്പോൾ നമ്മൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? നമ്മൾ കണക്റ്റഡ് ഡിവൈസസിൻ്റെയൊക്കെ ലേഔട്ടിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ടോപ്പോളജീസ് മെയിനായിട്ടും എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? 6 ടൈപ്പ് ടോപ്പോളജീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു സിംഗിൾ കേബിൾ കാണും. ഡിവൈസസ് എല്ലാം ആ സിംഗിൾ കേബിളുമായിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. ആ സിംഗിൾ കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് ഫുള്ളായിട്ട് ഫെയിലിയർ ആകും. ഇനി അടുത്ത റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് പോലെ ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള കേബിളിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആ എൻറ്റയർ നെറ്റ്വർക്കിനെയും അഫക്റ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റാർ ടോപ്പോളജിയാണ്. സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസസും സെൻട്രലായിട്ടുള്ളൊരു ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡിവൈസും ഹബ്ബുമായിട്ടുള്ള കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡിവൈസിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫറിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യൂ. പക്ഷേ ഹബ്ബിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ എൻറ്റയർ നെറ്റ്വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും. നാലാമത്തേന്ന് പറഞ്ഞാൽ ട്രീ ടോപ്പോളജിയാണ്. അതെന്ന് പറയുന്നത് സ്റ്റാർ ടോപ്പോളജിയുടെയും ബസ് ടോപ്പോളജിയുടെയും കോമ്പിനേഷനാണ് ഏതെന്ന് പറയുന്നത് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്ത മെഷ് ടോപ്പോളജിയാണ്. ഓരോ ഡിവൈസും മറ്റുള്ള ഡിവൈസസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് മെഷ് ടോപ്പോളജി. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജിയാണ്. ഇതെന്ന് പറയുന്നത് മറ്റുള്ള ടോപ്പോളജീസിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനൽ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്